ഹലോ ഓൾ. അപ്പൊ നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്ന ചാപ്റ്റർ ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ള ചാപ്റ്റർ ആണ്. നിങ്ങളുടെ +2 തേർഡ് ചാപ്റ്റർ ആയിട്ട് ഇലക്ട്രോ കെമിസ്ട്രി ആണ് നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് ക്ലാസ്. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ്? വാട്ട് യു മീൻ ബൈ ഇലക്ട്രോ കെമിസ്ട്രി? ഇലക്ട്രോ കെമിസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഓഫ് കെമിക്കൽ എനർജി ആൻഡ് electrical energy, chemical energy and electrical energy. Also, the interconversion of these energy from one form to another. That means chemical energy in electrical energy ആക്കുക, electric energy നെ chemical energy ആക്കുക. ഈ ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോ കെമിസ്ട്രി എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇലക്ട്രോ കെമിസ്ട്രിയിൽ ബേസിക് ആയിട്ട് നമുക്ക് രണ്ട് സെക്ഷൻസ് ആണ് പഠിക്കാനായിട്ടുള്ളത്. അതിലെ ആദ്യത്തെ സെക്ഷനെ പറ്റി പറയാം. ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾ അബൌട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കറണ്ട് കൊടുത്തുകൊണ്ട് കെമിക്കൽ ചേഞ്ചസ് പ്രൊഡ്യൂസ് ചെയ്യുക. എന്താണ് കറണ്ട് നമ്മൾ അങ്ങോട്ട് കൊടുത്തുകൊണ്ട് കെമിക്കൽ ചേഞ്ചസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സ്, അതിനാണ് നമ്മൾ ഇലക്ട്രോളിസിസ് എന്ന് വിളിക്കുക. എന്താണ് ഇലക്ട്രോളിസിസ്? അപ്പോൾ ആദ്യം ഞാൻ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇലക്ട്രോളിസിസ് ആണ്. ഇലക്ട്രോളിസിസിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ കറണ്ട് കൊടുത്തുകൊണ്ട് വി ആർ ഗിവിംഗ് കറണ്ട് ആൻഡ് വി ആർ മേക്കിംഗ് സം കെമിക്കൽ ചേഞ്ചസ്. Such process are called as electrolysis. അങ്ങനെ ഇലക്ട്രോളിസിസ് നടത്തുന്ന സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലിറ്റിക് സെൽസ്. എന്താണ് ഇലക്ട്രോലിറ്റിക് സെൽസ്? ഇത് ഒരു കാറ്റഗറി. ദിസ് ഈസ് ഫസ്റ്റ് കാറ്റഗറി. ഇനി സെക്കൻഡ് കാറ്റഗറി എന്താണ്? സെക്കൻഡ് കാറ്റഗറി നേരെയുള്ള വേർഡ്സ് എന്തായിരിക്കും? കെമിക്കൽ ചേഞ്ചസ് കൊണ്ട്, സം കെമിക്കൽ ചേഞ്ചസ് കൊണ്ട്, ചില കെമിക്കൽ റിയാക്ഷൻ വഴി നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാം? കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാം. Such process are called as electrochemical process. Electrochemical process. And these processes are carried out in നിങ്ങൾക്ക് അറിയണ്ടാവും. ആ സെല്ലിന്റെ പേര് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ we know that galvanic cell. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ പേരൊക്കെ, എന്താന്നുള്ളതൊക്കെ പറഞ്ഞുതരാം. അപ്പൊ ഗാൽവനിക് സെല്ലിലാണ് നമ്മൾ എന്ത് ചെയ്യാം? നമ്മള് കെമിക്കൽ ചേഞ്ചസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി കറണ്ട് കൊടുത്തുകൊണ്ട് കെമിക്കൽ ചേഞ്ചസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. ആൻഡ് സച്ച് സെൽസ് ആർ കോൾഡ് ആസ് ഇലക്ട്രോലിറ്റിക് സെൽസ്. അപ്പോ ഈ രണ്ട് കാര്യത്തെ പറ്റിയിട്ടും ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് നമ്മൾ ഈ ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ള ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഐ എം ബിഗിനിങ് ഫ്രം ദ സെക്കൻഡ് സെക്ഷൻ. ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്തിലേക്ക് വരുള്ളൂ? ഇലക്ട്രോളിസിസിലേക്ക് വരത്തുള്ളൂ. ഓക്കെ, ക്ലിയർ? അപ്പൊ ആദ്യം നമ്മൾ ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സ് പഠിക്കും. എന്താണ് ഗാൽവനിക് സെൽ എന്ന് പഠിക്കും. അതിനകത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ടുണ്ട്. അതെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മളത് സെക്കൻഡ് പാർട്ട്, ദാറ്റ് ഈസ് ഇലക്ട്രോളിസിസ് എന്നുള്ള പാർട്ട് നമ്മൾ തുടങ്ങുന്നതാണ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. നമ്മൾ ഗാൽവനിക് സെല്ലിൽ നിന്ന് തന്നെ തുടങ്ങിയേക്കാം. ഗാൽവനിക് സെല്ലിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആരാണ്? ഡാനിയൽ സെല്ലാണ്. ഡാനിയൽ സെൽ എന്താണ് ഈ ഡാനിയൽ സെൽ? ഇത് ഏതൊരു കെമിസ്ട്രിയിൽ ഇലക്ട്രോ കെമിസ്ട്രി പഠിപ്പിക്കുന്ന ആളാണെങ്കിലും ഫസ്റ്റ് ദേ വിൽ സ്റ്റാർട്ട് ഫ്രം ദിസ് ഡാനിയൽ സെൽ. അപ്പൊ എന്താണ് നമുക്ക് ഡാനിയൽ സെൽ എന്ന് നമുക്ക് നോക്കാം. ഡാനിയൽ സെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡാനിയൽ സെല്ലാണ് ഞാനിവിടെ വരയ്ക്കുന്നത്. യു ക്യാൻ സീ 2 beakers here, and in one beaker നമ്മൾ എന്ത് ഡിപ്പ് ചെയ്തേക്കണോ? വി ആർ ഡിപ്ഡ് വിത്ത് സിങ്ക് റോഡ്, and in another beaker we are dipped copper rod. റോഡ് എന്ന് പറയുന്നില്ല, ഇലക്ട്രോഡ് എന്നാണ് നമ്മൾ ഇതിനെ പറയാ. സിങ്ക് ഇലക്ട്രോഡ്, കോപ്പർ ഇലക്ട്രോഡ്, and they are connected with a voltmeter. Okay, and zinc rod is dipped in zinc sulfate solution, and copper rod is dipped in copper sulfate solution, and these two solutions are connected by the help of, നിങ്ങൾക്ക് അറിയാൻ എന്താ സാധനം എന്നുള്ളത് ചില ക്ലാസ്സിൽ പഠിച്ചു കാണും. We call it as salt bridge. So this is salt bridge. Okay. So this is what we are calling as a Daniel cell.
അപ്പൊ എന്താണ് ഡാനിയൽ സെൽ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സുകളിനകത്ത് ഗാൽവനിക് സെല്ലിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, കെമിക്കൽ എനർജി യൂസ് ചെയ്തിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യണം, ഇലക്ട്രിക്കൽ എനർജി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോ എന്ത് ടൈപ്പ് കെമിക്കൽ ചേഞ്ച് ആണ് ഇവിടെ ഉണ്ടാവുന്നത്? ഇവിടെ നടക്കുന്ന കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു റിഡോക്സ് റിയാക്ഷൻ ആണ്. എന്താ ഞാൻ പറഞ്ഞത്? റിഡോക്സ് റിയാക്ഷൻ. ഞാൻ ഇവിടെ എഴുതാം, റിഡോക്സ് റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്, റിഡോക്സ് റിയാക്ഷൻ. അപ്പൊ എന്താണ് ബേസിക്കലി റിഡോക്സ് റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഡു യു മീൻ ബൈ റിഡോക്സ് റിയാക്ഷൻ? റിഡോക്സ് റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിഡേഷനും റിഡക്ഷനും ഒരേപോലെ നടക്കുന്ന അല്ലെങ്കിൽ ഒരേ സമയം നടക്കുന്ന പ്രോസസ്സുകളാണ് നമ്മൾ റിഡോക്സ് റിയാക്ഷൻ പഠിക്കുന്നത്. നമ്മൾ പ്ലസ് വണ്ണിൽ റിഡോക്സ് റിയാക്ഷൻ ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടുള്ളതാണ്. ഓക്സിഡേഷനും റിഡക്ഷനും അറ്റ് എ ടൈം നടക്കുമ്പോഴാണ് നമ്മൾ അതിനെ എന്തെന്ന് പറയുന്നത്, റിഡോക്സ് റിയാക്ഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എന്ത് റിഡോക്സ് റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത് ശ്രദ്ധിക്കാം. നമ്മുടെ ഡാനിയൽ സെല്ലിനെ സംബന്ധിച്ചിട്ട് ആനോഡിന്റെ ചാർജ് നെഗറ്റീവും കാഥോഡിന്റെ ചാർജ് പോസിറ്റീവും ആണ്. അപ്പൊ എന്താണ് ഇങ്ങനൊരു അവസ്ഥ വന്നത്? ആനോഡിൽ ഓക്സിഡേഷൻ അല്ലേ, അപ്പൊ അവിടെ പോസിറ്റീവ് അല്ലേ നടക്കേണ്ടത്, കാഥോഡിൽ റിഡക്ഷൻ അല്ലേ, അപ്പൊ അവിടെ നെഗറ്റീവ് അല്ലേ വരേണ്ടത്. ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിരിക്കാം. ആ സംശയം ഞാൻ ഇതിന് ശേഷം വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം. ഇപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ ആനോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ആനോഡിന്റെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവും കാഥോഡിന്റെ ചാർജ് എന്താണ്, പോസിറ്റീവും ആണ്. ആനോഡിൽ നടക്കുക എന്താണ്, ഓക്സിഡേഷൻ ആണ്. എപ്പോഴും ആലോചിക്കുക, ആനോഡ് ഈസ് ഓൾവേസ് ഫോർ ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ. അപ്പൊ എന്താണ് ഓക്സിഡേഷനിൽ നടക്കുക? സിങ്ക് ആണ് നമുക്ക് ഓക്സിഡേഷൻ ഉള്ളത്. ഓക്സിഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഓക്സിഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, റിമൂവൽ ഓഫ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ലിബറേഷൻ ഓഫ് ഇലക്ട്രോൺ. ദിസ് ഈസ് കൺസിഡർഡ് ആസ് ഓക്സിഡേഷൻ. സോ സിങ്ക് ഈസ് ചേഞ്ച്ഡ് ടു Zn2 plus 2 electron. Zinc is changed to Zn2 plus electron. അപ്പൊ Zn2 plus aqueous എന്ന് നമുക്ക് പറയേണ്ടി വരും. Zn solid ആണത്. Now അപ്പൊ ഓക്സിഡൻ ആനോഡിന്റെ ചാർജ് എന്താണ്, ഇവിടെ നെഗറ്റീവ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് കാഥോഡ് ആണ്. കാഥോഡിന്റെ ചാർജ് ഇവിടെ എന്താണ്, ഗാൽവനിക് സെല്ലില് നമുക്ക് പോസിറ്റീവ് ആണ്. അപ്പൊ കാഥോഡിൽ എന്താ നടക്കുക, കാഥോഡിൽ എന്താണ് നടക്കുന്നത്, റിഡക്ഷൻ ആണ് നടക്കുന്നത്, റിഡക്ഷൻ. അപ്പൊ എന്താണ് റിഡക്ഷൻ റിയാക്ഷൻ ഇവിടെ നടക്കുന്നത് നോക്കി നോക്കാം. Cu2 plus aqueous gives Cu solid. Cu2 plus aqueous plus 2 electron. അതായത് ഈ 2 ഇലക്ട്രോൺ ഇവിടുന്ന് ലിബറേറ്റ് ചെയ്ത ഈ 2 ഇലക്ട്രോൺ ആണ് എവിടേക്ക് വരുന്നത്, ഈ Cu2 പ്ലസിലേക്ക് വരുന്നത്. Then that will change to Cu solid. അപ്പൊ ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്, റിഡക്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ നെറ്റ് റിയാക്ഷൻ നമ്മൾ എങ്ങനെ എഴുതുക? How do we write the net reaction? Net reaction എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ എങ്ങനെ, ഞാനിവിടെ കാണിച്ചു തരാം. Zn gives Zn2 plus 2 electron. Now Cu2 plus 2 electron gives you Zu solid. This is aqueous and this is solid and this is aqueous. അപ്പൊ നെറ്റ് റിയാക്ഷൻ നിങ്ങൾ എഴുതുന്നു. നെറ്റ് റിയാക്ഷൻ എഴുതുമ്പോൾ എന്ത് സംഭവിക്കും, ആനോഡിന്റെ റൈറ്റ് സൈഡിൽ 2 ഇലക്ട്രോൺ ഉണ്ട്, കാഥോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. ഇത് രണ്ടും നമ്മൾ എന്താവും, കട്ട് ചെയ്ത് പോകും. റിമൈനിങ് ഉള്ളത് നിങ്ങൾ എഴുതുക. അപ്പൊ എന്താ വരിക, Zn solid plus Cu2 plus aqueous gives Zn2 plus aqueous plus Cu solid. Cu solid. അപ്പൊ ഇതിന്റെ നെറ്റ് റിയാക്ഷൻ കണ്ടു. എന്താണ്ടായത്, Zn plus Cu2 plus gives you Zn2 plus Cu. അപ്പൊ ഇവിടെ ശരിക്കും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ് ഇവിടെ നടക്കുന്ന പ്രോസസ്, എങ്ങനെയാണ് ഇവിടെ കറണ്ട് ഫോം ചെയ്തത്? നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടുന്ന് സിങ്ക് എന്ത് സംഭവിക്കുന്നു, ഇലക്ട്രോൺസിനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഇലക്ട്രോൺ ലിബറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഫ്രം ദിസ് പെർട്ടിക്കുലർ ഇലക്ട്രോഡ്, ഈ ഇലക്ട്രോഡിൽ നിന്ന് എന്ത് സംഭവിക്കുന്നു, Zn-ന്റെ 2 ഇലക്ട്രോണുകൾ എങ്ങോട്ടേക്ക് പോകുന്നു, നമ്മുടെ കോപ്പർ കാഥോഡിലേക്കാണ് പോകുന്നത്. കോപ്പർ കാഥോഡിലേക്കാണ് പോകുന്നത്. അപ്പൊ ഈ കോപ്പർ കാഥോഡിൽ എത്തുന്ന ഇലക്ട്രോണിനെ, അപ്പൊ ഈ കോപ്പർ കാഥോഡിന്റെ മുകളിൽ എന്തായിരിക്കും, ഇലക്ട്രോൺ വരുന്നുണ്ടാവും. ഈ ഇലക്ട്രോണിനെ, കോപ്പർ കാഥോഡിലുള്ള ഇലക്ട്രോണിനെ സ്ഥിരമായിട്ട് എക്സ്ട്രാക്ട് ചെയ്യുക ആരാന്നറിയോ, നമുക്കറിയാം. ഇവിടെ ഇലക്ട്രോലൈറ്റ് ആരാണ്, CuSO4. CuSO4 എങ്ങനെ നിൽക്കുക, Cu2 plus SO4 2-. അപ്പൊ ഈ സൊല്യൂഷനകത്തുള്ള Cu2 എന്ത് ചെയ്യും, ഈ ഇലക്ട്രോഡിനകത്ത് വരുന്ന ഇലക്ട്രോൺസിനെ ആര് എടുക്കും, ആര് വന്നിട്ട് അബ്സോർബ് ചെയ്യും, ഈ സൊല്യൂഷനകത്തുള്ള Cu2 വന്നിട്ട് ഗ്രാബ് ചെയ്യും. ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞിട്ട് ഇലക്ട്രോഡിൽ നിന്ന് വരുന്ന എല്ലാ ഇലക്ട്രോണിനെയും ആരെടുക്കും, Cu2 എടുക്കും.
അങ്ങനെ Cu2+ ഏതാണ് എന്താ അവസ്ഥയിൽ നിൽക്കുന്നത്? അക്വസ് സൊല്യൂഷൻ ആണ്, അക്വസ് ആണ്. Cu2+ എന്താണ്? അക്വസ് ആണ്. അതായത് സൊല്യൂഷനിലുള്ള Cu2+ ആയതുകൊണ്ടാണ് ആ Cu2+ ആണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോഡിലുള്ള ഇലക്ട്രോൺസിനെ വലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഗ്രാജുവലി കോപ്പർ ഇലക്ട്രോഡിനകത്തുള്ള ഇലക്ട്രോൺസിന് എന്ത് വരും? ഒരു ഷോർട്ടേജ് ഉണ്ടായിരിക്കും. ആ ഷോർട്ടേജ് പരിഹരിക്കാനാണ് എവിടുന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺ? സിങ്കിൽ നിന്ന് ഇലക്ട്രോൺ എങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്? ത്രൂ വോൾട്ട് മീറ്റർ എങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്? കോപ്പറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ഇലക്ട്രോൺ ഇങ്ങനെ കയറി വോൾട്ട് മീറ്റർ വഴി എങ്ങോട്ടൊക്കെ എത്തുന്നു? കോപ്പർ ഇലക്ട്രോഡിൽ എത്തുന്നു. കോപ്പർ സൊല്യൂഷനിലുള്ള Copper2+ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോഡിൽ വരുന്ന 2 ഇലക്ട്രോണിനെ ഗ്രാബ് ചെയ്യുന്നു. എന്നിട്ട് Cu2+ എന്തായിട്ട് മാറുന്നു? Cu ആയിട്ട് മാറുന്നു. അതാണ് ഈ റിയാക്ഷൻ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? മെറ്റൽ ഇലക്ട്രോഡിലുള്ള Zn2+, they are jumping into the solution. എന്തായിട്ട് മാറും? Zn2+ ആയിട്ട് സൊല്യൂഷനിലേക്ക് ചാടുകയാണ്. ലീവിംഗ് ബിഹൈൻഡ് ഇറ്റ്സ് ഇലക്ട്രോൺ ഓൺ ദ ഇലക്ട്രോഡ്. ഇലക്ട്രോഡിന്റെ മുകളിൽ ഇലക്ട്രോണിനെ നിലനിർത്തിയിട്ട് ആ Zn2+ സൊല്യൂഷൻ പാർട്ടിലേക്ക് ജമ്പ് ചെയ്യാണ്. അപ്പൊ ഈ ഇലക്ട്രോൺസ് ആണ് ഇതിന്റെ മുകളിലെ അക്യുമുലേറ്റ് ചെയ്ത ഇലക്ട്രോൺസ് ആണ് എക്സ്റ്റേണൽ വയർ വഴി എങ്ങോട്ടേക്ക് വരുന്നത്? കോപ്പറിലേക്ക് വരുന്നത്. അപ്പൊ ഇലക്ട്രോൺസിന്റെ ഫ്ലോ എങ്ങോട്ടാ? റൈറ്റിലേക്ക്. നമുക്കറിയാം ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്തുണ്ടായിരിക്കും? കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമുക്ക് എന്തുണ്ടായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ കറണ്ട് ഫ്ലോ ഉണ്ടായിരിക്കും. കറണ്ട് ഫ്ലോ. സോ വോൾട്ട് മീറ്റർ വിൽ റീഡ് ദ കറണ്ട്. സോ ദ കറണ്ട് ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ്. ഇതാണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത്. ഇങ്ങനെയാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്? കറണ്ട് ഫോം ചെയ്യുന്നത്. അപ്പൊ കറണ്ട് ഫോം ചെയ്യാനുള്ള കാരണം ഇവിടെ ശരിക്കും എന്താണ്? യഥാർത്ഥത്തിൽ ഒരു റിഡോക്സ് റിയാക്ഷൻ ആണ്. മനസ്സിലാക്കി വെക്കുക. ഒരു റിഡോക്സ് റിയാക്ഷൻ കാരണമാണ് ഇവിടെ എന്ത് ജനറേറ്റ് ചെയ്തത്? കറണ്ട് ജനറേറ്റ് ചെയ്തത്. ഓക്കെ, ഇപ്പോഴും നിങ്ങൾക്ക് കുറെ പേർക്ക് ഒരു സംശയം ഉണ്ടായിരിക്കും, എന്തുകൊണ്ട് Zn -i കോപ്പർ പോസിറ്റീവായി? നിങ്ങളുടെ മെയിൻ സംശയം എങ്ങനെയായിരിക്കണം? ഒരുവിധം മനസ്സിലായ ഒരു കുട്ടിയുടെ സംശയം എങ്ങനെയായിരിക്കണം? Zn ഇലക്ട്രോൺ കൊടുക്കുമല്ലേ, അപ്പൊ ഇലക്ട്രോണിന് എന്ത് ചാർജാ വരേണ്ടത്? പോസിറ്റീവ് അല്ലേ വരേണ്ടത്? കോപ്പർ ഇലക്ട്രോഡ് ഇലക്ട്രോൺ വാങ്ങുമല്ലേ, അപ്പൊ ഇതിന് നെഗറ്റീവ് ചാർജ് അല്ലേ വരേണ്ടത് എന്നൊരു സംശയം ഏതൊരു കുട്ടിക്കും തോന്നാം. ആ സംശയമാണ് ഇനി ഞാൻ തീർക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഈ റിയാക്ഷൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മുടെ ഗാൽവനിക് സെല്ലിൽ നടക്കുന്നത്. ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നു വൈ ദ ആനോഡ് ഈസ് ഹാവിംഗ് എ നെഗറ്റീവ് ചാർജ്, വൈ ദ കാഥോഡ് ഈസ് ഹാവിംഗ് ദ പോസിറ്റീവ് ചാർജ്, എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നൊക്കെയാണ് അടുത്ത ടോപ്പിക്ക് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ സോ പ്ലീസ് നോട്ട് ഇറ്റ് ഡൗൺ. സോ അപ്പൊ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, വൈ ആനോഡ് ഈസ് നെഗറ്റീവ് ചാർജ് ആൻഡ് കാഥോഡ് ഈസ് പോസിറ്റീവ് ചാർജ് ഇൻ ഗാൽവനിക് സെൽ, എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കും? ഇതിനുള്ള ഉത്തരമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ കാണാം 2 ബീക്കർ ആണ് ഇവിടെ ഉള്ളത്. 2 ബീക്കർ ഉണ്ടെന്ന് വിചാരിക്കുക. 2 ബീക്കർ ഉണ്ട്. അപ്പൊ ഞാൻ ഈ 2 ബീക്കർ അഡ്വാൻസ്ഡ് വെച്ചിട്ടാണ്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഗാൽവനിക് സെല്ലിനകത്തുള്ള പ്രത്യേകത എന്താണ്? അല്ലെങ്കിൽ ഡാനിയൽ സെല്ലിനകത്ത് an electrode is dipped in its own ion containing salt solution. ഞാൻ എഴുതി വെക്കാൻ സെന്റൻസ് ഇവിടെ എന്താണ്? an electrode is dipped in its own ion containing salt solution. ഇതാണ് എപ്പോഴും ഏതിൽ ഫോളോ ചെയ്യുന്നത്? നമ്മുടെ ഡാനിയൽ സെൽ അല്ലെങ്കിൽ ഗാൽവനിക് സെല്ലിൽ ഫോളോ ചെയ്യുന്നത് ഈ ഒരു കാര്യമാണ്. എന്താണ്? an electrode is dipped in its own ion containing salt solution. അപ്പൊ നമുക്ക് നോക്കാം, ഒരു ഇലക്ട്രോഡ്, ഒരു മെറ്റൽ ഇലക്ട്രോഡ് അതിന്റെ തന്നെ അയോൺ കണ്ടെയ്ൻ ചെയ്യുന്ന സാൾട്ട് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് there are actually 2 possibilities. 2 പോസിബിലിറ്റീസ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ 2 പോസിബിലിറ്റീസ് ആണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ ഈ 2 പോസിബിലിറ്റീസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ധാരണ ഉണ്ടെങ്കിൽ you will never confuse why this anode is having a negative charge and cathode is having a positive charge. എവിടെയാണ്? in galvanic cell അല്ലെങ്കിൽ ഡാനിയൽ സെല്ലിൽ. ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ ഡിഫറെന്റ് ആണ്, ഇത് റിവേഴ്സ് ആണ് വരിക. അതപ്പോ പറഞ്ഞുതരാം, കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഗാൽവനിക് സെല്ലില് ആനോഡ് നെഗറ്റീവും കാഥോഡ് എന്താണ്? പോസിറ്റീവ് ആണ്. അതിന്റെ ഉത്തരത്തിലേക്കാണ് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഫസ്റ്റ് പോസിബിലിറ്റി ആണ് ചെക്ക് ചെയ്യുന്നത്. ഇലക്ട്രോഡ് അതിന്റെ തന്നെ അയോൺ കണ്ടെയ്ൻ ചെയ്യുന്ന സാൾട്ട് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യുമ്പോൾ എന്ത് അവസ്ഥയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, ഇമാജിൻ ഞാനൊരു ഇലക്ട്രോഡ് അതിന്റെ തന്നെ അയോൺ കണ്ടെയ്ൻ ചെയ്യുന്ന സോൾട്ട് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തു. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുക, ഫോർ എക്സാമ്പിൾ
ഇത് സിങ്ക് ആണെന്ന് വിചാരിക്കുക. ഇതെന്താന്ന് വിചാരിക്കുക, സിങ്ക് സൾഫേറ്റ് ആണെന്നും കൂടി നിങ്ങൾ വിചാരിക്കുക. ജസ്റ്റ് ഇമാജിൻ ഇറ്റ്, ദിസ് ഈസ് എ സിംഗിൾ മെറ്റൽ ഇലക്ട്രോഡ്, ദിസ് ഈസ് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ ഇതിന്റെ തന്നെ അയൺ കണ്ടെയ്ൻ ചെയ്യുന്ന സൊല്യൂഷൻ ആണ്. Zn ആണ് മെറ്റൽ റോഡ്, ഇതെന്താണ് ZnSO4 ആണ്. ZnSO4 ആണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുത്തേക്കുന്നത്. ഓക്കെ, ഇവിടെ നടക്കുന്ന ആദ്യത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക, മെറ്റൽ അയോൺ ഫ്രം ദ മെറ്റൽ ഇലക്ട്രോഡ്. എന്താണ്? ഐ റിപ്പീറ്റ്, മെറ്റൽ അയോൺ ഫ്രം ദ മെറ്റൽ ഇലക്ട്രോഡ്. അപ്പൊ ഇതൊക്കെ സിങ്ക് അല്ലേ, ഇത് സിങ്ക് അല്ലേ, അപ്പൊ ഇതിന്ന് പുറത്തേക്ക് സൊല്യൂഷനിലേക്ക് ജമ്പ് ചെയ്യാനെന്നറിയോ, Zn2+. എന്താണ്? Zn2+കൾ എങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യും? സൊല്യൂഷനിലേക്ക് ജമ്പ് ചെയ്യും. സൊല്യൂഷനിലേക്ക് ജമ്പ് ചെയ്യും. സോ ഒരു Zn2+ സൊല്യൂഷനിലേക്ക് ജമ്പ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോഡിലെ എത്ര ഇലക്ട്രോൺസ് ഡെപ്പോസിറ്റ് ചെയ്യും? 2 ഇലക്ട്രോൺസ് ഡെപ്പോസിറ്റ് ചെയ്യും. Zn ൽ നിന്ന് 1 ഇലക്ട്രോൺ പോകുമ്പോഴാണ് അത് എന്താവുന്നത്? Zn+ ആവുന്നത്. Zn ൽ നിന്ന് 2 ഇലക്ട്രോൺ പോകുമ്പോഴാണ് അത് എന്താവുന്നത്? Zn2+ ആവുന്നത്. ഇത്രേ ഉള്ളൂ തീരെ. അപ്പൊ Zn2+ എന്നുള്ള അയോൺ സൊല്യൂഷനിലേക്ക് ജമ്പ് ചെയ്യുന്ന സമയത്ത് 2 ഇലക്ട്രോൺസിനെ എവിടെ നിലനിർത്തുന്നു? ഇലക്ട്രോഡിൽ നിലനിർത്തുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാലേ ഓരോ Zn2+ സൊല്യൂഷനിലേക്ക് ജമ്പ് ചെയ്യുമ്പോഴും there will be accumulation of 2 electrons. ഇപ്പൊ ഇമാജിൻ 5 Zn2+ സൊല്യൂഷനിലേക്ക് ജമ്പ് ചെയ്തു. അപ്പൊ എന്തുണ്ടായി? 10 ഇലക്ട്രോൺസ് എവിടെ ഡെപ്പോസിറ്റ് ചെയ്തു? ഇലക്ട്രോഡ് ഡെപ്പോസിറ്റ് ചെയ്തു. 10 Zn2+ ജമ്പ് ചെയ്തു, 20 ഇലക്ട്രോൺസ് ഡെപ്പോസിറ്റ് ചെയ്തു. 100 Zn2+ ജമ്പ് ചെയ്തു, 200 ഇലക്ട്രോൺസ് ഡെപ്പോസിറ്റ് ചെയ്തു. ദാറ്റ് മീൻസ് ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോൺസ് സൊല്യൂഷനിലേക്ക് ജമ്പ് ചെയ്യുന്ന സമയത്ത്, സോറി, പോസിറ്റീവ് അയോൺസ് സൊല്യൂഷനിലേക്ക് ജമ്പ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസ് എവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു? മെറ്റൽ ഇലക്ട്രോഡ്സിലെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു. ഇതാണ് ഫസ്റ്റ് പോസിബിലിറ്റി. അപ്പൊ ഇവിടെ മെറ്റൽ റോഡിന്റെ മുകളില് വളരെ കൂടിയ എമൗണ്ടില് ആര് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടാവും? നിറയെ ഇലക്ട്രോൺസ് അങ്ങോട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഇലക്ട്രോണിന്റെ ചാർജ് എന്തായി? മൈനസ് ആയി. ഇലക്ട്രോണിന്റെ ചാർജ് മൈനസ് ആയി. Electrode charge assigned as minus because there will be a lot of electrons deposited on this particular metal electrode. ഇനി അടുത്ത പോസിബിലിറ്റി ഞാൻ എന്നിട്ട് കോറിലേറ്റ് ചെയ്യാം. അടുത്തൊരു പോസിബിലിറ്റി, വീണ്ടും ഒരു മെറ്റൽ ഇലക്ട്രോഡ് വേറൊരു അതിന്റെ തന്നെ സോൾട്ട് സൊല്യൂഷനിൽ നമ്മൾ ഡിപ്പ് ചെയ്തെന്ന് വിചാരിക്കാം. സോ ദ സെക്കൻഡ് പോസിബിലിറ്റി ഈസ്, നിങ്ങൾ നോക്കുക ഇവിടെ സൊല്യൂഷനകത്തുള്ള, ഇപ്പൊ ഞാൻ പറയാണ്, ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് കോപ്പർ ആൻഡ് ദിസ് ഈസ് കോപ്പർ സൾഫേറ്റ്. ഇത് Cu ആണ്, ഇതെന്താണ്? CuSO4 ആണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ത് സംഭവിക്കുന്നുള്ളൂ? അപ്പൊ ഇവിടെ സൊല്യൂഷൻ അവസ്ഥയിൽ Cu നിൽക്കുന്നത് എങ്ങനെയാണ്? Cu2+ഉം SO4 2- ആയിട്ടാണ്. അതിപ്പോ ഇവിടെയാണെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ ആസ്പെക്റ്റിൽ എങ്ങനെ നിൽക്കണേ? Zn2+ഉം SO4 2- ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എന്താ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ Cu2+ന് ഒരു പ്രത്യേക ടെൻഡൻസി, ഒരു പ്രത്യേക ആർത്തിയാണ്. ആരോടാന്നറിയും? ഇലക്ട്രോൺസിനോട്. ഇലക്ട്രോൺസ് എവിടെ പോകുന്നുണ്ടെങ്കിലും Cu2+ ഈസ് വെരി മച്ച് ഹാപ്പി ടു റിസീവ് ഇലക്ട്രോൺസ്. അതിന് ഇലക്ട്രോൺസ് വേണം 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 എന്നുള്ളത് തോന്നലാണ്. അപ്പൊ ഈ തോന്നലുകളെ പറ്റിയിട്ടും അതിന്റെ കാര്യങ്ങളെ പറ്റിയിട്ടും അടുത്ത സെക്ഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും എന്തുകൊണ്ട് അങ്ങനെ തോന്നുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പൊ Cu2+ വല്ലാത്തൊരു ആഗ്രഹമാണ്, എന്താണ്? ഇലക്ട്രോൺസ് വേണം വേണം എന്നുള്ളത്. ഈ Cu2+ എന്താ ചെയ്യാന്നറിയോ? ഈ കോപ്പർ ഇലക്ട്രോഡിനെ നിർബന്ധിച്ച് 2 ഇലക്ട്രോണിനെ ഇങ്ങോട്ട് വിളിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊല്യൂഷനിലുള്ള Cu2+ നിർബന്ധിച്ച് 2 ഇലക്ട്രോൺ അങ്ങോട്ട് പിടിച്ചു വലിച്ചങ്ങോട്ട് എടുക്കും. എവിടുന്ന്? കോപ്പർ ഇലക്ട്രോഡിൽ നിന്ന്. സോ കോപ്പർ ഇലക്ട്രോഡിന് എന്ത് സംഭവിച്ചു? ഇലക്ട്രോൺ നഷ്ടമായി. ഇലക്ട്രോൺ നഷ്ടമായി. കോപ്പർ ഇലക്ട്രോഡിന് ഇലക്ട്രോൺ നഷ്ടമായി. അപ്പൊ കോപ്പർ ഇലക്ട്രോണിന് 2 ഇലക്ട്രോൺ മാത്രമല്ല യഥാർത്ഥത്തിൽ നഷ്ടമാവുന്നത്. ഈ സൊല്യൂഷൻ ഫേസിൽ നിറയെ എന്തുണ്ട്? Cu2+കൾ ഉണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, 10 Cu2+ ഉണ്ട്. അവര് എത്ര ഇലക്ട്രോണിന് മേടിച്ചു കാണും? ഒരു Cu2+ വാങ്ങുന്നത് 2 ഇലക്ട്രോണിനെ. 10 Cu2+ വാങ്ങുന്നത് എത്ര ഇലക്ട്രോണിനെയാ? 20 ഇലക്ട്രോണിനെ. 20 Cu2+ ഉണ്ടെങ്കിൽ വാങ്ങുന്നത് എത്ര ഇലക്ട്രോണിനെയാ? 40 ഇലക്ട്രോൺസിനെ. 100 Cu2+ ഉണ്ടെങ്കിൽ അത് വാങ്ങുന്ന എത്ര ഇലക്ട്രോൺസിനെയാ? 200 ഇലക്ട്രോൺസിനെ. ദാറ്റ് മീൻസ് ഈ ഇലക്ട്രോഡിൽ നിന്ന് ഇലക്ട്രോൺസിനെ പിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസ് കൊണ്ട് ഷോർട്ട് ആവും. ഇലക്ട്രോൺസ് ഇല്ലാതെ ഒന്ന്. ദാറ്റ് മീൻസ് ദിസ് ഇലക്ട്രോഡ്സ് വിൽ ഗെറ്റ് പോസിറ്റീവ് ചാർജ്. That electrode becomes electron deficient.
നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ഈ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിക്കൊണ്ടേയിരിക്കും. ഈ ഒരു അവസ്ഥയിൽ ഈ ഇലക്ട്രോണിന്റെ ചാർജ് എന്തായിരിക്കും? പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ക്ലിയർ? പക്ഷെ ഇവിടെ ഇലക്ട്രോണിന്റെ മുകളിൽ ഇലക്ട്രോൺസ് അടിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇലക്ട്രോണിന്റെ ചാർജ് എന്താ? നെഗറ്റീവ്. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താന്നുള്ളതാണ്. എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ? നിങ്ങളിത് ഒന്ന് നോട്ട് ചെയ്തെടുക്കുക, പോസ് ചെയ്ത് വെച്ചിട്ട് ഡ്രോ ചെയ്യുക. നിങ്ങൾ ചിത്രമൊക്കെ വരയ്ക്കുന്നുണ്ടെങ്കിൽ അതിന് ശേഷം യു പ്ലേ ഇറ്റ്. ഓക്കെ? ഇപ്പൊ ഞാനിത് സീംലെസ്ലി പറഞ്ഞു പോവാണെന്ന്. അപ്പൊ ഇനി ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് എന്താണ് ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നുള്ളതാണ്. അതുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയി കാര്യങ്ങൾ ഒരു ധാരണയിലെത്തും. ഓക്കെ, ഇപ്പൊ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിലേക്കാണ് പോകുന്നത്. വാട്ട് ഈസ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ? അപ്പൊ ഞാൻ ഈ ഡയഗ്രാം ഒന്നും കൂടി തിരിച്ചു വരയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടി മായ്ച്ചിട്ട് വരയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതേ സെയിം ഡയഗ്രാം തന്നെ ഓക്കെ. ഇപ്പൊ ഞാൻ ആദ്യത്തെ കേസിലേക്കാണ് വരുന്നത്. കമ്മിങ് ബാക്ക് ഫസ്റ്റ് കേസ്, എന്താണ്? ഇലക്ട്രോഡ് നെഗറ്റീവ് ചാർജ് കിട്ടുക. അപ്പൊ ഞാൻ പറഞ്ഞു സൊല്യൂഷനകത്ത് ആരാണുള്ളത്? Zn2+ഉം SO4 2- നമ്മുടെ ഇലക്ട്രോഡ് ആരാണ്? Zn ആണ്. ഇലക്ട്രോലൈറ്റ് ആരാണ്? ZnSO4 ആണ്. അപ്പൊ ZnSO4 എങ്ങനെ നിൽക്കുന്നത്? Zn2+ഉം SO4 2-ഉം. അപ്പൊ ഞാൻ പറഞ്ഞു ഈ കണ്ടീഷനില് Zn എന്തായിട്ട് ചാടുന്നത്? Zn2+ ആയിട്ടാണ് ചാടുന്നത് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ Zn2+ സൊല്യൂഷനിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊല്യൂഷന്റെ ചാർജ് എന്തായിരിക്കും അവസ്ഥ? സൊല്യൂഷന്റെ ചാർജ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ശരിയല്ലേ? കാരണം എന്താ? കോൺസെൻട്രേഷൻ ഓഫ് Zn2+ ഈസ് ഇൻക്രീസിങ്. ഇറ്റ്സ് കീപ് ഓൺ ഇൻക്രീസിങ്. പക്ഷെ ഇലക്ട്രോഡിന്റെ ചാർജ് എന്താ? നമുക്കറിയാം Zn2+ ചാടുമ്പോൾ ഇവിടെ ആരെന്നെ നിലനിർത്തുന്നുണ്ട്? ഇലക്ട്രോൺസിനെ നിലനിർത്തുന്നുണ്ട്. ഇലക്ട്രോൺസിന്റെ ചാർജ് എന്താണ്? മൈനസ്. അപ്പോ ഇലക്ട്രോഡിന് മൈനസ് ചാർജും സൊല്യൂഷന് പോസിറ്റീവ് ചാർജും, ഇവര് രണ്ടുപേരും ഇങ്ങനെ ക്ലോസ് ആയിട്ട് വന്ന് നിൽക്കും. രണ്ട് ലെയർ എടുത്ത് നെഗറ്റീവ് ചാർജ്, അതിന്റെ അപ്പുറത്ത് എന്തുണ്ട്? പോസിറ്റീവ് ചാർജ് ഉള്ള Zn2+കൾ ഉണ്ട്. അപ്പോ ഇവര് തമ്മിൽ ജനറേറ്റ് ചെയ്യുന്ന ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും അടുപ്പിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. എന്താണ്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷൻ ഞാൻ പറഞ്ഞുതരാം. അടുത്ത കണ്ടീഷനിൽ എന്താ സംഭവിക്കുന്നത്? നമുക്ക് കോപ്പർ ഇലക്ട്രോഡ് ആണ്. ഇതെന്താണ്? കോപ്പർ ഇലക്ട്രോഡ് ആണ്. ഇവിടെ എന്താ സൊല്യൂഷൻ? നമ്മുടെ കോപ്പർ സൾഫേറ്റ് ആണ്. എക്വസ് കോപ്പർ സൾഫേറ്റ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പൊ സൊല്യൂഷനകത്തുള്ളത് ആരാണ്? Cu2+ഉം പിന്നെ ആരാളുള്ളത്? ഞാൻ ഇവിടെ ഇങ്ങനെ കാണിക്കുന്നില്ല, ഞാൻ സൊല്യൂഷന്റെ അകത്ത് തന്നെ കാണിച്ചു തരാം. ഇവിടെ ആരുള്ളത്? Cu2+ഉം SO4 2- ആണുള്ളത്. ഈ Cu2+ എന്താ ചെയ്യുന്നത്? ഇതിൽ നിന്ന് ഇലക്ട്രോണിനെ വാങ്ങിയിട്ട് Cu സോളിഡ് ആവുകയാണ് ചെയ്യുന്നത്. എന്താണ്? Cu സോളിഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ Cu സോളിഡ് ആയിട്ട് മാറുന്ന സമയത്ത് ഇവിടെ തനിച്ചായി പോകുന്ന ഒരാളുണ്ട്. അതാരാ? SO4 2-. അവര് തനിച്ചാണ്. അവർക്ക് ഇതേപോലെ അവരുടെ കൂടെ Cu2+ ഇലക്ട്രോണിന്റെ പിന്നാലെ പോയിട്ട് എന്തായിട്ട് മാറി? Cu കോപ്പർ സോളിഡ് ആയിട്ട് മാറിക്കഴിഞ്ഞു. അപ്പൊ ഈച്ച് ടൈം when the electrons are jumping into the solution, ഇവിടെ ഇലക്ട്രോഡിന്റെ ചാർജ് എന്താ ഫോം ചെയ്യുന്നത്? പോസിറ്റീവ് ആണ്. ബിക്കോസ് ഇലക്ട്രോൺസ് ഇലക്ട്രോഡിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഇലക്ട്രോഡിന്റെ ചാർജ് എന്തായിട്ട് മാറുന്നു? പോസിറ്റീവ് ചാർജ് ആയിട്ട് മാറുന്നു. അപ്പൊ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക, ഈ പോസിറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോഡ്സിന്റെ ചുറ്റും ആര് വന്ന് നിൽക്കും? നമ്മുടെ വിധവയായിട്ടുള്ള SO4 2-കൾ ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പൊ സൊല്യൂഷൻ സൈഡിന് നമുക്ക് എന്ത് ചാർജ് കിട്ടി? സൊല്യൂഷൻ സൈഡിന് നെഗറ്റീവ് ചാർജും ഇലക്ട്രോഡിന് എന്ത് ചാർജും കിട്ടി? പോസിറ്റീവ് ചാർജും. നേരത്തെ കണ്ടീഷനിൽ എന്താ? സൊല്യൂഷൻ സൈഡിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോഡിന് നെഗറ്റീവ് ചാർജും. ഇവിടെ ഇപ്പൊ എന്താ അവസ്ഥ? ഇലക്ട്രോഡിന് പോസിറ്റീവ് ചാർജും സൊല്യൂഷന് നെഗറ്റീവ് ചാർജും. അപ്പൊ ഇവിടെയും എന്ത് സംഭവിക്കും? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ജനറേറ്റ് ചെയ്യും. നെഗറ്റീവും പോസിറ്റീവും അടുപ്പിച്ച് നിൽക്കുകയാണ്. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് നമ്മൾ വിളിക്കുന്നത്. So there are two types of electrode potential. If the tendency of a metal electrode to lose electron
then we call it as oxidation potential. എന്താണ്? If the tendency of an electrode is to lose electron, then we call it as oxidation potential. If the tendency of an electrode to gain electron, then it is called as reduction potential. അപ്പോൾ എന്താണ് oxidation potential? If the tendency of an electrode to lose electron, then it is called as oxidation potential. If the tendency of an electrode to gain electron, then it is called as reduction potential. ഇപ്പോൾ മക്കളെ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും എന്തുകൊണ്ടാണ് നമ്മുടെ ഡാനിയൽ സെല്ലിലെ ആനോഡിനെ നെഗറ്റീവ് ചാർജും കാഥോഡിനെ പോസിറ്റീവ് ചാർജും വരാൻ കാരണം. ആനോഡിനകത്ത് എന്താ അവസ്ഥ? ആനോഡിനകത്ത് പോസിറ്റീവ് ചാർജ് അയോൺസ് സൊല്യൂഷനിലേക്ക് ജമ്പ് ചെയ്യുന്നു, ലീവിംഗ് ബിഹൈൻഡ് ഇറ്റ്സ് ഇലക്ട്രോൺസ് ഓൺ ദ ഇലക്ട്രോഡ്. ഇലക്ട്രോഡിന്റെ മുകളിലെ ഇലക്ട്രോണിനെ നിലനിർത്തിക്കൊണ്ട് പോസിറ്റീവ് ചാർജുള്ള അയോൺസ് എങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യുന്നു? സൊല്യൂഷൻ സൈഡിലേക്ക് അല്ലെങ്കിൽ സൊല്യൂഷനിലേക്ക് ജമ്പ് ചെയ്യുന്നു. അതുകൊണ്ട് there will be accumulation of electrons on the electrode. അതുകൊണ്ട് ഇലക്ട്രോഡിന്റെ ചാർജ് എന്തായി? നെഗറ്റീവ് ആയി. ഇനി കാഥോഡിൽ എന്താ സംഭവിക്കുന്നത്? they are happy to go for reduction. കാരണം ഇലക്ട്രോൺസിന് റിസീവ് ചെയ്യാൻ റെഡി ആയിട്ടാണ് ഈ ഇലക്ട്രോഡ് നിൽക്കുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് ഡെഫിഷ്യന്റ് ഓഫ് ഇലക്ട്രോൺസ്. അങ്ങനെ ഇലക്ട്രോൺസ് ഡെഫിഷ്യന്റ് ആയതുകൊണ്ട്, ഇലക്ട്രോൺസ് ഡെഫിഷ്യന്റ് ആണ് അവിടെ. കാരണം സൊല്യൂഷനിൽ ആര് വലിച്ചുകൊണ്ടിരിക്കുക? സൊല്യൂഷനിൽ Cu2+ ഇലക്ട്രോഡിന്റെ മുകളിലത്തെ ഇലക്ട്രോൺസിനെ സക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഇലക്ട്രോഡ് എന്തായി? ഇലക്ട്രോൺസ് കൊണ്ട് ഡെഫിഷ്യന്റ് ആണ്. ഈ വയറ് വഴി രണ്ടീസ് ഇലക്ട്രോണെ കിട്ടുന്നുള്ളൂ. അത് വരുമ്പോഴത്തേനും സൊല്യൂഷനിൽ ആര് കൊണ്ടുപോവാണ്? Cu2+ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ Cu എന്നുള്ള റോഡ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ് അവിടെ. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് ഹാവിംഗ് എ പോസിറ്റീവ് ചാർജ്. അത് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നുള്ളതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ക്ലിയർ? ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ഇനി പറയാനുള്ളത് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ചെയ്യുന്നതാണ്. നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് നേരത്തെ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി. അതിൽ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലായി, റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലായി. സോ എന്താണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ? നമ്മുടെ IUPAC നോംസ് പ്രകാരം അല്ലെങ്കിൽ IUPAC റൂൾ പ്രകാരം നമ്മൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യലിനും റിഡക്ഷൻ പൊട്ടൻഷ്യലും സെപ്പറേറ്റ് ചെയ്ത് കാണുന്നില്ല. നമ്മൾ ഒറ്റ ടേമേ പറയുള്ളൂ, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പൊ റിഡക്ഷൻ പൊട്ടൻഷ്യലിനെ തന്നെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ റിഡക്ഷൻ, അത് വളരെ ഇമ്പോർട്ടന്റ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. റിഡക്ഷൻ പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ എന്താണ് ഈ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് ഞാൻ വൃത്തിക്ക് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി എഴുതുന്ന സമയത്ത് ഒരു മിസ്സിംഗ് വന്നാലും എന്ന് കരുതിയിട്ടാണ് ഞാൻ ബോർഡിൽ എഴുതിയിട്ടേക്കുന്നത്. എന്താണത്? റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ഇലക്ട്രോഡ് when the concentration of the electrolyte is unity and the temperature is important at 298 Kelvin or at 25 degrees Celsius. 25 degrees Celsiusൽ നിങ്ങൾ ഒരു ഇലക്ട്രോഡ് അതിന്റെ തന്നെ സോൾട്ട് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ or we call it as standard electrode potential. both are same. അപ്പൊ നമ്മൾ ഓക്സിഡേഷന്റെ ടേംസിലല്ല പറയുന്നത്, നമ്മൾ എന്തിന്റെ ടേംസിലാണ് പറയുന്നത്? റിഡക്ഷന്റെ ടേംസിലാണ് പറയുന്നത്. അപ്പൊ ഇത് എന്താണെന്നുള്ളത് കുറച്ചുകൂടി ക്ലാരിറ്റി നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സീരീസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അത് ഇത് കഴിഞ്ഞ ഇലക്ട്രോ കെമിക്കൽ സീരീസ് ആണ് നമുക്ക് കാണാവുന്നത്. ഓക്കെ. അപ്പൊ എന്താണ് the reduction potential of electrode when the concentration of the electrolyte is unity at the temperature of 25 degrees Celsius or 298 Kelvin is considered as standard electrode potential. നമ്മൾ അതിനെ E0 എന്നുള്ള ടേമിനാണ് കാണിക്കുക. E0. ഇപ്പോ സിങ്കിന്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ കാണിക്കുക E0 Zn2 plus bar Zn ഇങ്ങനെ കാണിക്കണം. അല്ലാണ്ട് E0 Zn bar Zn2 plus എന്നല്ല. ഞാൻ പറഞ്ഞു റിഡക്ഷൻ ആണ് സ്റ്റാൻഡേർഡ്. അപ്പൊ നമ്മൾ കാണിക്കേണ്ടത് എങ്ങനെയായിരിക്കും അതിന്റെ റെപ്രസെന്റേഷൻ? E0 Zn2 plus bar Zn. ഇപ്പൊ കോപ്പറിന്റെ കാണിക്കണം. അപ്പൊ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാണിക്കുക? E0 Cu2 plus bar Cu. അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് Zn2 plus Zn ആവാൻ എടുക്കുന്ന വോൾട്ടേജ് എത്ര? അതാണ് ചോദ്യം. അതാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. Cu2 plus Cu ആവാൻ എടുക്കുന്ന പൊട്ടൻഷ്യൽ എത്ര? അതാണ് ഇതിന്റെ അർത്ഥം ശരിക്കും. അപ്പൊ നമ്മൾ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്തിനാണ്? റിഡക്ഷൻ പൊട്ടൻഷ്യലിനാണ്. അത്രേ ഉള്ളൂ. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് ഓരോ ഇലക്ട്രോഡിനും ഓരോ പൊട്ടൻഷ്യൽ ആയിരിക്കും. ഇപ്പൊ സിങ്കിന്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആയിരിക്കില്ല കോപ്പറിന്റെ. സിങ്കിന്റെ ഡിഫറെന്റ്, കോപ്പറിന്റെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമ്മള് എന്ത് കാണണം? സെൽ EMF എന്നുകൊണ്ട് സംഗതി. സെൽ EMF ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. ചില ആളുകൾ അതിനെ ഹാഫ് സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയാറുണ്ട്. അപ്പൊ എന്താണ് ഈ സെൽ പൊട്ടൻഷ്യൽ എന്നുള്ളതാണ്. സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ടു ഹാഫ് സെൽ.
ഇപ്പൊ നിങ്ങൾ ഡാനിയൽ സെല്ല് കണ്ടപ്പോൾ നിങ്ങൾ ഡാനിയൽ സെല്ലിന്റെ ഡയഗ്രാം നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ സിങ്ക് കാണാം, റൈറ്റ് സൈഡിൽ കോപ്പർ കാണാം. അപ്പൊ സിങ്ക് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ്, ദാറ്റ് ഈസ് എൻ ഹാഫ് സെൽ. കോപ്പർ ഡിപ്ഡ് ഇൻ കോപ്പർ സെൽ, ദാറ്റ് ഈസ് അനദർ ഹാഫ് സെൽ. അപ്പൊ ഈ രണ്ട് ഹാഫ് സെല്ലിന്റെയും പൊട്ടൻഷ്യൽ രണ്ടും രണ്ടായിരിക്കുന്നു. സിങ്കിന്റെ ആയിരിക്കില്ല കോപ്പറിന്റെ, കോപ്പറിന്റെ ആയിരിക്കില്ല സിങ്കിന്. ഒന്ന് കൂടുതലും ഒന്ന് കുറവായിരിക്കും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇവര് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്, സെൽ ഇ എം എഫ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ സെൽ ഇ എം എഫ് എന്നുള്ളത് നമുക്ക് നോക്കാം. E0 സെൽ എന്നാണ് നമ്മൾ സാധാരണഗതിയിൽ സെൽ ഇ എം എഫിനെ പറയാം. E0 സെൽ ഈസ് ഈക്വൽ ടു E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. അപ്പൊ നമ്മുടെ ഡാനിയൽ സെല്ലിനെ സംബന്ധിച്ചിട്ട് കാഥോഡ് ആരാണ്? കോപ്പർ. നമ്മുടെ ഡയഗ്രാം നോക്കുക. കാഥോഡ് ആരാണ്? കോപ്പർ. ആനോഡ് ആരാണ്? സിങ്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, കോപ്പറിന്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മൈനസ് സിങ്കിന്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണ്? സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണത്. കോപ്പറിന്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മൈനസ് സിങ്കിന്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പൊ ഈ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് എവിടുന്ന് കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഗിവൺ ഇൻ ദ ഇലക്ട്രോ കെമിക്കൽ സീരീസ്. അതിനെ പറ്റിയാണ് അടുത്ത് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അതിന്റെ ഫോർമുല ഇതാണ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. E0 സെൽ ഈസ് ഈക്വൽ ടു E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. ദാറ്റ് ഈസ് E0 റൈറ്റ് മൈനസ് E0 ലെഫ്റ്റ് എന്നും കൂടി നമുക്ക് ഇതിനെ പറയാം, E0 സെല്ലിനെ പറയാം. കാരണം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് when you draw a Daniell cell അല്ലെങ്കിൽ galvanic cell, right side is always right side എന്ന് പറഞ്ഞാൽ അടുത്ത കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ല പേപ്പറിൽ എഴുതുന്നത്. റൈറ്റ് സൈഡ് ഈസ് ഫോർ കാഥോഡ് ആൻഡ് ലെഫ്റ്റ് സൈഡ് ഈസ് ഫോർ ആനോഡ്. എന്താണ്? റൈറ്റ് സൈഡ് കാഥോഡിനും ലെഫ്റ്റ് സൈഡ് ആനോഡിനും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പറയാൻ കാരണം E0 ആർ കാഥോഡ്. ആർ എന്ന് വെച്ചാൽ റൈറ്റ് ആണ്. റൈറ്റിൽ ആരാണ്? കാഥോഡ്. ലെഫ്റ്റിൽ ആരാണ്? ആനോഡ്. ഓക്കെ. അപ്പൊ ഇത് ഓർക്കാൻ ഒരു മാർഗമുണ്ട്. ആ മാർഗം ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ ഞാനത് മായ്ച്ചിട്ട് പറഞ്ഞു തരാം. അതെങ്ങനെ ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ ദ കേസ് ഓഫ് ഡാനിയൽ സെൽ, ഫോർ ഡാനിയൽ സെൽ അല്ലെങ്കിൽ ഗാൽവനിക് സെൽ, ഗാൽവനിക് സെല്ലിന്റെ എക്സാമ്പിൾ ആണ് ആരെന്ന് പറയുന്നത്, വെൽ നോൺ എക്സാമ്പിൾ ആണ് ആര്? ഡാനിയൽ സെൽ. നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഇതെന്താ വായിക്കുക? ലോൺ. ബാങ്കിൽ നിന്ന് കിട്ടുന്ന ലോൺ അല്ല കേട്ടോ, ഇത് വേറെ ലോണാണ്. നിങ്ങൾ ആലോചിക്കുക, നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. L ഫോർ ലെഫ്റ്റ്, O ഫോർ ഓക്സിഡേഷൻ, A ഫോർ എന്താണത്? ആനോഡ്, ആൻഡ് N ഫോർ എന്താ സംഭവം? നെഗറ്റീവ്. ഇത് ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് ഡാനിയൽ സെല്ലിന്റെ എല്ലാം കിട്ടി. ഡാനിയൽ സെല്ലിലെ ലെഫ്റ്റ് സൈഡിലാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. വെൽ അതെന്താണ്? ആനോഡാണ്. ആനോഡിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ആണ്. വെരി ഇമ്പോർട്ടന്റ്, നോട്ട് ഇറ്റ് ഡൗൺ. ഓക്കെ ഫൈൻ. ഇത് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു.